നമസ്കാരം. പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ കാസർഗോഡ് ജില്ല വൈവിധ്യങ്ങളുടെയും ബഹുഭാഷാ സംഗമഭൂമിയാണ്. തെയ്യങ്ങളുടെയും തോറ്റങ്ങളുടെയും ഈറ്റില്ലമായ ഈ നാട്ടിൽ അനേകം പൗരാണിക ക്ഷേത്രങ്ങളുമുണ്ട്. അതിർത്തി പ്രദേശമായ ബദിയടുക്ക പഞ്ചായത്തിലെ പെരടാല ശ്രീ ഉദനേശ്വര ക്ഷേത്രത്തെപ്പറ്റിയാണ് ഈ വീഡിയോ. എൻ്റെ പേര് മുരളീധർ ശർമ്മ. ഞാൻ ഒരു 3 കൊല്ലമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹൊസദുർഗ കാസർഗോഡ് ഹൊസദുർഗ ഹൈവദ്രാവിഡ സഭ ഈ സംസ്ഥയുടെ പേരിൽ ഇവിടെ ഒരു 60 കൊല്ലമായിട്ട് വേദപാഠശാല വസന്ത വേദപാഠ ശിബിരം നടക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഇക്കൊല്ലം ഏപ്രിൽ 3-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണയജുർവേദത്തിൻ്റെ ഭാഗമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ സന്ധ്യാവന്ദനം, പിന്നെ കുറച്ച് സ്തോത്രങ്ങൾ, സംസ്കൃതം, സൂക്തങ്ങൾ, ബ്രഹ്മസൂക്ത, മേധാസൂക്ത ഇത്യാദി സൂക്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 2-ാം ക്ലാസ്സിലാണ് രുദ്രം പഠിപ്പിക്കുന്നത്. രുദ്രം, സർവോവൈ രുദ്രം, പിന്നെ ശ്രദ്ധാസൂക്തം, ശ്രീസൂക്തം, ഇങ്ങനെയുള്ള സൂക്തങ്ങൾ, ചില സൂക്തങ്ങൾ 2-ാം ക്ലാസ്സിലും. 3-ാം ക്ലാസ്സിൽ ദേവര പൂജ, ചമകം ഇത്യാദികളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം സത്യേശ്വര ഭട്ടർ 2-3 കൊല്ലം മുമ്പ് അതിൻ്റെ ആചാര്യന്മാരായിട്ട് സത്യേശ്വര ഭട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസ്സിൽ ഞാനും മഹാഗണപതി, പിന്നെ ഒരു 3-ാം ക്ലാസ്സിൽ സുബ്രഹ്മണ്യ ഭട്ട്, സത്യേശ്വര ഭട്ടരുടെ മകൻ, അവർ പഠിപ്പിക്കുന്നുണ്ട്. ജീർണോദ്ധാരത്തിൻ്റെ കാര്യമെല്ലാം നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ മന്ദിരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ഷേത്രത്തിലുണ്ടായിരുന്നു. വേദവിദ്യാ സരസ്വതി സേവ എന്ന ഒരു സേവയാക്കിയിട്ട് അതിൽ വട്ടസമാരാധന ചെയ്യുന്നുണ്ട്.
ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒരു നീർച്ചാൽ ഒഴുകുന്നു. ശാന്തസുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ കമുകിൻ തോട്ടങ്ങളും ഈ ക്ഷേത്ര പശ്ചാത്തലത്തിന് കുളിർമയേകുന്നു. ഈ മഹാദേവ ക്ഷേത്രത്തിൽ വളരെ പണ്ടുകാലത്ത് തന്നെ ആരംഭിച്ച വേദപാഠാധ്യയനം നടക്കുന്നുണ്ട്. പുലിച്ചാമുണ്ടി, വ്യാഘ്രചാമുണ്ടി, ഭൈരവൻ തുടങ്ങിയ തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടാറുണ്ട്. ഗംഗാനദിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള അർദ്ധനാരീശ്വര പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. കാലക്രമത്തിൽ ഉദനേശ്വരൻ എന്നറിയപ്പെട്ടു എന്നാണ് ചരിത്രം. എൻ്റെ പേര് പട്ടാജി മഞ്ജുനാഥ് എന്ന്. ഞാൻ ഇവിടെ 8 വർഷമായിട്ട് ക്ലർക്ക് ജോലി ചെയ്യുന്നുണ്ട്. ഇത് ശ്രീ ഉദനേശ്വര ക്ഷേത്ര പെരടാലാണ്. ഇവിടുത്തെ ഉപദൈവങ്ങളായിട്ട് കുട്ടിച്ചാത്തൻ, പിന്നെ ശാസ്താവ്, മെയിൻ ഉദനേശ്വരനാണ്. പിന്നെ ഇവിടെ പിലിച്ചാമുണ്ടി, ഭൈരവൻ, പിന്നെ നാഗ, പിന്നെ ഇവിടെ വനങ്ങളുണ്ട്. പിന്നെ ഇത് കുറേ പഴയ ടെമ്പിളാണ്. ഒരു എത്ര പഴയെന്ന് പറയാനില്ല. ഇത് കാശിക്ക് പോയിട്ട് അവിടുന്ന് കൊടുന്ന ഇത് ലിംഗമാണിത്, ശിവലിംഗം. അപ്പം 3 പ്രാവശ്യം അവർ മുങ്ങി എടുക്കുമ്പോൾ കിട്ടിയ ഒരേ ലിംഗമാണ് ഇത് ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെ ഉദനേശ്വരന് 7 മണിക്ക് 3 നേരം പൂജയുണ്ട്. പിന്നെ രാവിലെയും ഉച്ചയ്ക്ക് അഭിഷേകം കഴിഞ്ഞിട്ട് പൂജയാണ്. രാത്രിക്ക് അഭിഷേകം ഇല്ല. പിന്നെ പ്രദോഷമാണ് വരും 15 ദിവസത്തേക്ക് ഒരിക്കൽ. പ്രദോഷ ബഹള വിശേഷമാണ്. ആ പ്രദോഷ ദിവസം അഭിഷേകമായിട്ട് പൂജ രാത്രിക്ക്. പറഞ്ഞാൽ ശിവന് കല്യാണാവാത്തവർക്ക് കല്യാണಕ್ಕೆ വേണ്ടി ഇത് സങ്കല്പിക്കുന്ന ഒരു ഇതാണ്, സേവയാണ്. ഇത് കുറേ ആൾക്ക് ഇത് സങ്കല്പിച്ചിട്ട് കല്യാണം കഴിച്ച ഇതുണ്ട്. കുട്ടിച്ചാത്തന് ഒരു ഞമ്മ ദൈവമായിട്ട് വിചാരിക്കുന്നത്. പണ്ടൊക്കെ കുട്ടിച്ചാത്തന് ഇവിടുത്തെ പശുക്കളൊക്കെ ഇതിൽ കാണാതെ ആയങ്ങ് വരാതെ ഇരുമ്പോൾ കുട്ടിച്ചാത്തന് പട കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവർ കിട്ടുമെന്ന് പറയുന്ന ഇതുണ്ടായി. നമ്മൾ ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണാതെ ആയങ്ങ് കുട്ടിച്ചാത്തന് ഇങ്ങനത്തെ പട കൊടുക്കുക, അങ്ങനെ പറഞ്ഞാൽ അവർ കിട്ടുന്നതിന് കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഡിസംബറിൽ ധനുസംക്രമണ ഉത്സവമാണ് വരും. പിന്നെ മഹാശിവരാത്രി ഉത്സവം. മഹാശിവരാത്രി ഉത്സവം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് പിലിച്ചാമുണ്ടി ദൈവത്തിൻ്റെ കോൽ നടന്നുകൊണ്ട് വരുന്നുണ്ട്.
ഇവിടുത്തെ ചൈതന്യം കണ്ട് കൺകുളിർക്ക തൊഴാനും ഈ കലോപഹാരം ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്യാമറമാൻ ചിത്രാഞ്ജലി ആർട്സിനൊപ്പം ശിവദ നീലമന.